العالمين اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى ജുസ് അമ്മയിലെ മൂന്നാമത്തെ സൂറത്താണ് സൂറത്തു അബസ. നബഉം നാസിഅത്തുമാണ് നമ്മൾ കഴിഞ്ഞത്. സൂറത്തു അബസ സൂറ മക്കിയയാണ്. ഈ പേര് കിട്ടിയത് അബസ എന്ന് പറഞ്ഞാൽ അതൊരു നൗണല്ല, വെർബാണ്, നാമമല്ല, ക്രിയയാണ് അബസ എന്നത്. സാധാരണ എല്ലാ സൂറകളുടെയും പേരായിരിക്കും, ഇസ്മായിരിക്കും, നൗണായിരിക്കും. ഇതിന്ന് വ്യത്യസ്തമാണ്. ആദ്യത്തെ ആയത്തിലെ ആദ്യത്തെ വാക്കാണ് അബസ. അബസ മുഖം ചുളിച്ചു എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. മുഖം ചുളിച്ചു എന്ന്. ഈ സൂറയുടെ ഒരു അവതരണ പശ്ചാത്തലമുണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗത്തിന്. അതാണ് അബസ എന്ന പേര് അതിൽ കിട്ടാനുള്ള കാരണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ വളരെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലാണ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. എന്നുവെച്ചാൽ അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് നബി പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവരോട് രഹസ്യമായുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. കാരണം പരസ്യമായിട്ട് ആകുമ്പം അവർക്കും എതിർപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു മനുഷ്യൻ നബിയുടെ അടുത്ത് വരുന്നത്. അദ്ദേഹം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. അദ്ദേഹം അന്ധനായിരുന്നു. അദ്ദേഹം മുസ്ലിമാണ്. വളരെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. പക്ഷേ ഈ അന്ധനായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മീറ്റിങ്ങിലാണ് എന്ന വിവരം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പഠിപ്പിച്ചു തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊരു പ്രയാസമായി. എന്നുവെച്ചൊരു മീറ്റിങ്ങിൻ്റെ അടിയിൽ കയറി വന്നിട്ട് സംസാരിക്കുക എന്നുള്ളത്. മാത്രമല്ല അവരുമായിട്ടുള്ള മീറ്റിംഗ് അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം അവർക്കും പ്രശ്നമായി. അങ്ങനെയാണല്ലോ, ഒരു സ്വകാര്യ മീറ്റിംഗ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഇയാളൊരു സാധുവായ മനുഷ്യനായി അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. അത്തരത്തിലുള്ള ഒരാൾ അവരുടെ സദസ്സിലേക്ക് വരുന്നത് അവർക്കിഷ്ടമുണ്ടായിരുന്നില്ല. അവരുടെ ഒരു പ്രശ്നം തന്നെ അതായിരുന്നല്ലോ. നബിയോട് അവർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പീഡിതരായ പാവങ്ങളായ ആൾക്കാരാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളുടെ കൂടെ ഇരിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഈ സന്ദർഭം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു വൈമുഖ്യം കാണിച്ചു. സ്വാഭാവികമാണ്. കാരണം ഒരു ചാൻസ് കിട്ടിയതാണ്. ഇവരെ കിട്ടിയ ഒരുപാട് ആളെ കിട്ടും. അപ്പം മറ്റേ ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനോട് പിന്നെയും സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് സത്യത്തിൽ അങ്ങനെ ചെയ്തത്. പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടമായില്ല. അള്ളാഹുവിന് ഇഷ്ടമായില്ല. അതാണ്
അബസ എന്ന് പറയുന്നത്. അബസ വതവല്ല എന്ന് പറഞ്ഞത് അതാണ് ഈ സൂറത്തിൻ്റെ നാമം, പേര് അങ്ങനെയാകാനുള്ള കാരണം. അതിലാദ്യത്തെ വാക്ക് അതാണ്. ഈ സൂറത്ത് ഭയങ്കര രസമുള്ളൊരു സൂറത്താണ്. ഒരുപാട് ഭാഗമുണ്ട് ഈ സൂറത്തിന്. ഒറ്റ സൂറയാണ്, ഒറ്റ അധ്യായമാണ്. ഇതിൽ ഒന്നാമത്തെ ഭാഗം അതാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചത്. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അത് നമ്മുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു മുസ്ലിമിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രബോധകനാകേണ്ടവനാണ്. അപ്പോൾ അവനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ത് എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം. എന്നുവെച്ചാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതി, ഒരു മുസ്ലിം സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ആളുകളോട് എങ്ങനെ പെരുമാറണം, നമ്മളുടെ പ്രതികരണങ്ങൾ എപ്രകാരമായിരിക്കണം, അത് ഒരു അന്ധനാണെങ്കിൽ പോലും നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, അതൊക്കെയാണ് ഇതിലെ പ്രധാനമായ വിഷയം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 5-ാമത്തെ വചനം മുതൽ 10-ാമത്തെ വചനം വരെയുള്ള ഭാഗമാണ്. അവിടെ ആ ഭാഗത്ത് വിശദീകരിക്കുന്നത് പ്രബോധനം എന്നത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് ആരും ധന്യരല്ല എന്നതാണ്. ആ അടിസ്ഥാനപരമായ പ്രബോധനം, അതിൻ്റെ രീതി എപ്രകാരമായിരിക്കണം എന്നതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ല. ഞാൻ ഈ പാർട്ടായി വേർതിരിച്ച ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു അത്ഭുതവും കൂടി കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തെ പാർട്ട് മുഴുവൻ അവസാനിക്കുന്നത്, നിങ്ങൾ കണ്ടോ എങ്ങനെ അവസാനിക്കണത്? അമ്മാ മൻ ഇസ്തഗ്ന, മുസഫ് ഉണ്ടാകയില്ലല്ലേ, ഫഅൻത ലഹു തസദ്ദാ ഒക്കെ അലിഫ് കൊണ്ടാണ് അവസാനിക്കുന്നത്. തസദ്ദ, യസ്സക്ക, യസ്അ, യഖ്ഷ, തലഹ. മനസ്സിലായില്ലേ? അലിഫ് മഖ്സൂറ എന്നാ പറയാം. യാ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക, യാൻ്റെ അടിയിൽ പുള്ളി ഉണ്ടാവില്ല. അതിനാണ് അലിഫ് മഖ്സൂറ എന്ന് പറയും. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. ഭയങ്കര അത്ഭുതമുള്ള ഒരു സംഗതിയാണ്. മൂന്നാമത്തെ ഭാഗം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് മനുഷ്യൻ്റെ നിഷേധത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുസാഫ് ഉണ്ടാവും, വേഗം മനസ്സിലാവും. ഒക്കെ അവസാനിക്കുന്നത് താ മർബൂത്തനെ കൊണ്ടാണ്. താ മർബൂത്ത എന്ന് പറഞ്ഞാൽ ഹാദിൻ്റെ മാതിരി ഇട്ടുണ്ടാവും, അത് താ ആയിരിക്കും. ഹാൽ എങ്ങനെ വട്ടത്തിലിടണേ? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, അക്ഫറ എന്നല്ല പറയേണ്ടത്, അക്ഫറ. ഒരു ഹാ എന്ത് വേണം? ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം അതിൻ്റെ ഉച്ചാരണം. നിങ്ങൾ ഇനി ഇമാമാരൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അക്ഫറ എന്നല്ല പറയാം, അക്ഫറ. ഒരു ഹാ ഉണ്ടാവും. മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. അതുവരെയാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. നാലാമത്തെ ഭാഗം അത് പിന്നെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള പല നിഅമത്തുകളെയും കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا എന്ന് പറഞ്ഞ് തുടങ്ങുക. ഒരുപാട് കാര്യങ്ങൾ അതിൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്.
ഫഇദാ ജാഅത്തിസ്സാഖ എന്ന് തുടങ്ങുന്ന ഭാഗം. അവിടെ അങ്ങോട്ട് പറയുന്നത് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഭയങ്കരമായ ഭയാനകതകളാണ്. ഇതാണ് വളരെ ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പം 4-5 പാർട്ടാണ് ഈ സാധനം, ഈ സൂറത്ത് എന്ന് നമ്മൾ മനസ്സിലായില്ലേ? അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മളതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അബസ വതവല്ല. ഇവിടെ ഈ സൂറത്ത് പിന്നെ ഞാൻ പറഞ്ഞ ചെറിയൊരു സൂറത്താണ്, കുറച്ച് ആയത്തുകളേ ഉള്ളൂ. പക്ഷേ ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു വലിയ സ്കൂളാണ് ഈ സൂറത്ത്. ഒരുപാട് പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ചിന്തിച്ചാൽ ഓരോ ആയത്തിലും വലിയ പാഠമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് തർബിയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട വലിയ പാഠം. നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ചാണ് അതിൽ പോകേണ്ടത്. അബസ വതവല്ല, നമ്മളതിൻ്റെ അവതരണ കാരണം പറഞ്ഞല്ലോ, അത് എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു തെറ്റ് ചെയ്തു എന്നാർക്കും പറയാൻ കഴിയില്ല. വലിയൊരു തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ വന്ന ആൾ ഒരു അന്ധനാണല്ലോ. പിന്നെ അദ്ദേഹം നബിയോട് അപ്പം തന്നെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു വന്നിട്ടൊന്നുമില്ല. അദ്ദേഹം നബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് യാ മുഹമ്മദ് അല്ലിംനി മാ അല്ലമക്കല്ലാഹ് എന്നാണ്. മുഹമ്മദ്, നിനക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത് എനിക്കും പഠിപ്പിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ അതൊരു സത്യത്തിലൊരു രസത്തിൽ വന്നതാണ് അദ്ദേഹം. ഒരു അങ്ങനെ ഉണ്ടല്ലോ, രസം പറഞ്ഞു വരുമല്ലോ, എനിക്ക് പറയണോ കുറച്ച് എനിക്കും പറഞ്ഞുകൊണ്ടാ എന്ന് പറഞ്ഞു. പക്ഷേ അത് ആ വന്ന ആ സിറ്റുവേഷൻ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അന്ധനല്ലേ, അദ്ദേഹത്തിന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത് മറ്റൊരു സമയത്ത് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് തന്നെയാണ്. അല്ലാതെ അദ്ദേഹത്തെ പിന്നെ മൈൻഡ് ചെയ്യാതെ വിടുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി ആഗ്രഹിച്ചു ഈ ആളുകളുമായിട്ടുള്ള ഈ സിറ്റിങ് അത് വളരെ പ്രധാനമാണല്ലോ എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇഷ്ടമായില്ല. അള്ളാഹു നബിയെ ഒരു ഗുണദോഷിക്കുകയാണ്. പക്ഷേ ഗുണദോഷിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അത് വളരെ മാന്യമായാണ്, വളരെ മാന്യമായാണ്. ഭയങ്കര എന്തെങ്കിലും തീവ്രമായ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര ചെറിയൊരു കാര്യത്തിന് തന്നെ ഇങ്ങനെ ഗുണദോഷിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമുക്കുള്ളൊരു പാഠമാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഇങ്ങനത്തെ വല്ല സംഭവം നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മുസ്ലിമും അവൻ്റേതായ ഒരു ഫീൽഡിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടവനാണ്. അത് കച്ചവടക്കാരനായാലും വിദ്യാർത്ഥിയായാലും ഉദ്യോഗസ്ഥനായാലും തൊഴിലാളിയായാലും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഏറ്റവും പുതിയ ഭാഷ അതാണ്. ഇവിടെ നബിയുടെ ബോഡി ലാംഗ്വേജാണ് അള്ളാഹ്ക്ക് ഇഷ്ടമാകാതിരുന്നത്. അല്ലാതെ നബി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അബസ എന്നുള്ളത് എവിടുന്നാ കണ്ടേ? ബോഡിയിൽ കണ്ടതാണല്ലോ. നാക്കുകൊണ്ട് നബി ഒന്നും പറഞ്ഞിട്ടില്ല. ശരീരഭാഷ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഭയങ്കര പ്രധാനമാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമായിരിക്കണം. മറ്റേ നമുക്ക് പാടില്ല. ആരോടായാലും. കാരണം വെച്ചാൽ നമുക്കറിയാലോ, നമ്മളുടെ മുഖം പ്രസന്നമല്ലാതെ നമ്മളൊരാൾ സംസാരിച്ചാൽ അത് അയാളിൽ പ്രതിഫലിക്കും. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാനൊരു ദേഷ്യത്തിൽ നിന്നാൽ ഉണ്ടാവും. ഈ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു അധ്യാപകനാണെങ്കിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അയാൾ പ്രസന്നവദനായി സംസാരിക്കണം. ഒരു പിതാവ് മക്കളോട് സംസാരിക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം.
മനസ്സിലായില്ലേ? മക്കൾ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇതൊരു ഭയങ്കര ദഅവത്തിൻ്റെ മാർഗമാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്നത് ഒരു ദഅവത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. ഭയങ്കര സംഭവമാണ്. നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നുവെങ്കിൽ അത് സദഖയാണ്. എന്താ പറഞ്ഞു? നമ്മൾ സദഖ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കീശയിലുള്ള കാശ് കൊടുക്കൽ എന്നല്ലേ? സദഖയാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വലിയ ഒരു മെസ്സേജാണത്, വലിയൊരു മെസ്സേജാണ്. നിങ്ങളെന്നോട് സത്യമായിട്ട് നിങ്ങളെന്നോട് പുഞ്ചിരിച്ചാൽ എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത സമാധാനം വരും, സന്തോഷം വരും. നിങ്ങളത് ഷൗട്ട് ചെയ്താലോ, നിങ്ങളത് പരിഗണിക്കാതെ പോയാലോ? അതാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഭയങ്കരമാണ് ഈ മുഖത്ത് കാണുന്ന പ്രസരിപ്പ്, മുഖത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം, ഇതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ പ്രത്യേകം ഗുണദോഷിച്ചത്. മനസ്സിലായി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എന്തില്ല, ഒരന്ധനോടായിട്ട് പോലും ഇതിൽ എന്തില്ല, എക്സ്ക്യൂസ് ഇല്ല. അപ്പം നമ്മളെ കാര്യം എന്തായിരിക്കും? അന്ധനോട് അന്ധം കാണുന്നുണ്ടോ? ഇല്ലെന്നോ? അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ഇത് അറിഞ്ഞത് ഈ ഖുർആൻ ഇറങ്ങിയപ്പോഴാണ്. അതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അദ്ദേഹം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം നമ്മുടെ സംസാരം, നമ്മുടെ രീതി, പെരുമാറ്റം, അതൊക്കെ. അതാണ് അബസ വതവല്ല. വതവല്ല, തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നബി ശരീരം കൊണ്ട് തിരിഞ്ഞണമെങ്കിൽ തന്നെ അത് ഈ മനുഷ്യൻ കണ്ടിട്ടില്ലല്ലോ. അതാണല്ലോ അത്ഭുതം, കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഷാ അല്ലാഹ് നബിയോട് പറഞ്ഞ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ നബിയോട് നേർക്ക് നേരെ പറയാ ചെയ്യാം അല്ലേ? അലം നശ്റഹ് ലക സദ്റക ലക ഇന്നാ അഅതൈനാകൽ കൗസർ. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് പറയണത്? അലം നശ്റഹ് ലക സദ്റക. നബി അള്ളാഹ് നബിയോട് പറയാം, നാം നിനക്ക് നിൻ്റെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ, നിനക്ക് എന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നബിയോടായതുകൊണ്ട് താങ്കൾക്ക് എന്ന് പരിഭാഷപ്പെടുത്താം. ഇന്നാ അഅതൈനാകൽ കൗസർ അല്ലേ? താങ്കൾക്ക് നാം കൗസർ തന്നില്ലേ. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. നബിയെ, എന്തിനാണ് അള്ളാഹു ഹലാലാക്കിയത് താങ്കൾ ഹറാമാക്കുന്നത്? നബിയെ, താങ്കൾ, നീ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് നബിയോട് പറയാറുള്ളത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? അബസ്ത എന്ന് പറഞ്ഞോ? എടോ നീ മുഖം ചുളിച്ചില്ലേ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അബസ എന്ന് പറഞ്ഞാൽ അവൻ മുഖം ചുളിച്ചു എന്നാ. അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കുറച്ച് സോഫ്റ്റാക്കിയാണ് പറഞ്ഞത്. നീ എന്താ മുഖം ചുളിച്ചത്, നീ എന്താ തിരിഞ്ഞു കളഞ്ഞത് എന്ന് പറയേണ്ടതിന് പകരം അറബി ഭാഷയുടെ ഗ്രാമർ നിയമം അനുസരിച്ച് ഗായിബായ ലമീർ കൊണ്ടാണ് പറഞ്ഞത്. ഗായിബ് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് പറയണ മാതിരിയല്ലേ പറഞ്ഞ്? അവൻ എന്നാ പറഞ്ഞു. നീ എന്ന് പറയേണ്ടതിന് പകരം അവൻ എന്നാ പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി നബിയോടുള്ള കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ. മനസ്സിലായില്ലേ? അതാണ്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം. പക്ഷേ എന്നാൽ അള്ളാഹുവിന് ഈ കാര്യം പറഞ്ഞു കൊടുക്കും വേണം. അപ്പോൾ ഒരു ഡീസൻ്റായ ഭാഷയാണ്, ഡീസൻ്റായ പ്രയോഗമാണ്, ഭാഷയല്ല, ഡീസൻ്റായ പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചത്. നീ മുഖം ചുളിച്ചു എന്ന് പറയേണ്ടതിന് പകരം അവൻ മുഖം ചുളിച്ചു. സുബ്ഹാനല്ലാഹ്. ഭയങ്കര അത്ഭുതമാണ് സത്യത്തിൽ ഇത്. ഞാനത് പറഞ്ഞത് ഭയങ്കര പാഠമാണ് ഈ ഇതിലുള്ളത്. മനസ്സിലായില്ലേ? നോക്കൂ, ഈ സംഗതി വേറൊരു കാര്യം കൂടി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നോക്കൂ, അബസ വതവല്ല എപ്പോൾ അൻ ജാഅഹു അൽ അഅ്മ. അൻ ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണല്ലോ. അൻ ജാഅഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ വന്നതിനാൽ, അൽ അഅ്മ. അഅ്മ എന്ന് പറഞ്ഞാൽ
അന്ധൻ, കണ്ണ് കാണാത്തവൻ. അപ്പോഴാണ് എന്ത് ചെയ്തത്? മുഖം ചൊളിച്ചത്. അൻജാഅഹുൽ അഅ്മ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ധൻ വന്നതിനാൽ. അപ്പോഴാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ചൊളിച്ചത്. സത്യത്തിൽ ഇവിടെ ഇത് നബിയുടെ ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യം അത് സംഭവിച്ച്, ഒറ്റ പ്രാവശ്യം. കുറേ സംഭവിക്കുമ്പോൾ പറയലുണ്ട്, പക്ഷെ ഒറ്റ പ്രാവശ്യം സംഭവിച്ചു. എന്തിനാ ഒറ്റ പ്രാവശ്യം സംഭവിച്ചപ്പോൾ തന്നെ ഇത് പറഞ്ഞത്? കുറേ ആവർത്തിക്കുകയാണെങ്കിലല്ലേ ഒരു ഗുണദോഷിക്കൽ. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാം? ഒരു പ്രാവശ്യം നമ്മളെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ഒരു 4-5 പ്രാവശ്യം ആവർത്തിച്ചാൽ എടാ എന്ന് പറയും. ഇവിടെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ചെയ്തു. എന്തിനാ അറിയോ? ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കാനാ. ഉമ്മത്ത് ഇങ്ങനെ ഇരിക്കണം. അത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സംഭവം ഉണ്ടായതല്ല, അള്ളാഹു ഉണ്ടാക്കി തന്നെയാണ് ഇതൊക്കെ. അത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ്. നോക്കൂ, മാത്രമല്ല ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ സത്യസന്ധതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അതെങ്ങനെ? നബിയുടെ നുബുവത്തിൻ്റെ സത്യസന്ധതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലൗ അഖ്ഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈഅൻ മിനൽ ഖുർആൻ ലഅഖ്ഫ സൂറത്ത് അബസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ നിന്ന് വല്ലതും മറച്ചു വെക്കുമായിരുന്നുവെങ്കിൽ ഏത് മറച്ചു വെക്കും? അബസ മറച്ചു വെക്കൂലേ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സൂറത്ത് ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം സമൂഹം അത് ഓതില്ലേ? ഓതുമ്പോൾ എന്താ പറയണേ? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്ത് ചെയ്തു? ഖുർദോഷിച്ചു എന്ന് പറയില്ലേ? നമ്മളാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യില്ലേ? നമ്മളെപ്പറ്റി മോശമായൊരു പരാമർശമുള്ളൊരു വാക്ക് അത് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം ഉണ്ടായിരുന്നല്ലോ, ചെയ്യാമായിരുന്നല്ലോ. കാരണം നബി പറഞ്ഞു കൊടുത്തതല്ലേ സഹാബത്ത് എഴുതിയത് ഖുർആൻ അല്ലേ? അല്ലാതെ ബുക്കായി വന്നതല്ലല്ലോ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതാണ് സഹാബത്ത് എന്തായത് എഴുതിയത്. നബിക്ക് വേണമെങ്കിൽ എന്താക്കാമായിരുന്നു? ആ ഭാഗം പറഞ്ഞു കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷെ നബി എന്ത് ചെയ്തിട്ടില്ല? വല്ലാത്ത സംഭവമല്ലേ? ചരിത്രത്തിൽ കാണോ അങ്ങനത്തെ ഒരു മനുഷ്യനെ? അദ്ദേഹത്തെക്കുറിച്ചാണ് പറയണത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, മനുഷ്യനൊരിക്കലും ആക്ഷേപം ഇഷ്ടപ്പെടില്ല, പ്രശംസയെ ഇഷ്ടപ്പെടുള്ളൂ, പുകഴ്ത്തലേ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നബി നിസ്കാരത്തിൽ ഇത് പാരായണം ചെയ്തു. സഹാബത്ത് നബിയെ കേൾക്കെ പാരായണം ചെയ്തു. നബി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇതെന്താ വ്യക്തമാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയുടെ ആഴമാണ്. എന്തുമാത്രം വലിയ സത്യസന്ധതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. നോക്കൂ, തവല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അബസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബോഡി ലാംഗ്വേജാണ്, മുഖത്തൊക്കെ കാണുന്നതാണ് അബസ. തവല്ല എന്ന് പറഞ്ഞാലോ ശരീരത്തിൽ കാണുന്നതാണ്. നമ്മളില്ലേ ചില ആൾക്കാർ സലാം പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകില്ലേ? അതാണ് തവല്ല. നമുക്കിഷ്ടമില്ലാത്ത ആളാണെങ്കിൽ അവന് തിരിഞ്ഞു പോകല്ലോ. അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ട് കാണാത്ത മാതിരി പോകില്ലേ? നമ്മളൊക്കെ ചെയ്യണതാണ്. അതാണ് തവല്ല. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. അപ്പോൾ അബൂസ് എന്നത് മുഖത്തുള്ളതാണെങ്കിൽ തവല്ലി എന്നത് എന്താണ്? ശരീരത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി അനുസരിച്ച് നബി ആരോടും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒരു മനുഷ്യനോടും നബി ആരെയും ദ്രോഹിക്കാറില്ല. ഒരാളെ പോലും നബി അടിച്ചിട്ടില്ല. ഒരാളെ പോലും നബി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോശമായി സംസാരിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ഒരാളോടും നബി എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഇവിടെ ഇത് പറഞ്ഞത് നമുക്ക് വേണ്ടി തന്നെയാണ്. നബിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്.
എന്ന് നമ്മളിത് വളരെ കൃത്യമായി മനസ്സിലായല്ലോ. പിന്നെ ഈ ആക്ഷേപം യഥാർത്ഥത്തിൽ ഈ ആക്ഷേപം അള്ളാഹു ഉന്നയിച്ചതും അത് ഖുർആനിൽ വന്നതും ലോകം അവസാനിക്കുന്നത് വരെ ഖുർആനിൽ അത് പാരായണം ചെയ്യപ്പെടുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ നബിയുടെ ഇസ്സത്ത് ഉയർത്തുകയാണ് ചെയ്തത്. നബിയുടെ ഇസ്സത്ത്, പ്രതാപം ഉയർത്തുകയാണ് ചെയ്തത്. ഒരിക്കലും എന്തല്ല, നമ്മൾ തന്നെ ഇപ്പോൾ പറയണത് എന്താ, നബിക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കാമായിരുന്നു, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാമായിരുന്നു, നബി ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നബിയുടെ ഇസ്സത്താണ് പറയുന്നത്, ഇസ്സത്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ. ഓക്കെ, ഈ മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മക്തും മഹാനായ സഹാബിയാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് അൽ അഅമ എന്താണ്? അന്ധൻ എന്ന്. സത്യത്തിൽ നമ്മളൊരാളെ കുറിച്ച് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ആ കണ്ണൊട്ടനോട് കയറി വരുന്നുണ്ട് എന്ന് പറയില്ലേ, അതൊരു നല്ല വാക്കാ ആണോ? അല്ല. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ മനുഷ്യനെ, ഈ സഹാബിയാണ്, ഈ സഹാബിയെ താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല. സത്യത്തിൽ ഇവിടെ അദ്ദേഹം ഉയരുകയാണല്ലോ ചെയ്തത്. അന്ധനായിട്ട് പോലും ഒരു പരിഗണിക്കപ്പെടേണ്ട ആളല്ല എന്ന് മറ്റുള്ളവർക്കൊക്കെ തോന്നിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ. വേറെ ഏതെങ്കിലും വലിയ ഒരു സമൂഹത്തിലെ വലിയ ഒരാൾ നബിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായ സംഭവം അല്ലല്ലോ ഇത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? നമ്മൾ മനസ്സിലാക്കണം എന്താ ഉദ്ദേശം. ഭയങ്കര എന്താ വെച്ചാൽ, നോക്കൂ, ഇദ്ദേഹം കാണുന്നില്ലല്ലോ നബീൻ്റെ ഫേസ് ഉണ്ടോ? നബിയുടെ ഫേസ് കാണുന്നില്ല, നബിയുടെ രൂപം കാണുന്നില്ല. കാരണം ഫുൾ അന്ധനായ ആൾ കാണുന്നില്ല. നിങ്ങൾ ആലോചിക്കൂ, കണ്ണ് കാണാത്ത ഒരാളോട് പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ കണ്ണ് കാണാത്ത ആൾ തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയാനാണ്, എന്ന് മനസ്സിലാക്കാനാണോ എന്ത് പറഞ്ഞത്? അഅ്മ തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിഫത്തൊക്കെ പറയായിരുന്നു, വേറെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളൊക്കെ പറയാമായിരുന്നു, അല്ലെങ്കിൽ പേര് പറയാമായിരുന്നു. ഖുർആനിൽ പേരങ്ങനെ പരാമർശിക്കാറില്ല, എന്നാലും പറയാമായിരുന്നു. കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ പേരുകൾ. അങ്ങനെ പറയാതെ അഅ്മ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് ഒരു പാഠം പഠിപ്പിക്കാനാണ്. എന്ത്? നമ്മുടെ ഫേസ് കാണാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്ക് എന്ത് പാടില്ല? ഇപ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യലുണ്ട്. എന്താ വെച്ചാൽ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നാണ് നമ്മൾ പറയില്ല അയാളെ പറ്റി അല്ലേ? നമ്മളെ വിശ്വാസം എന്താ? അയാൾ കേൾക്കണില്ല എന്നല്ലേ? കുറ്റം പറയാൻ നമ്മൾ അങ്ങനെ സ്വീകരിക്കാറില്ലേ ഒരു രീതി? അപ്പോൾ സത്യത്തിൽ ഇത് ഭയങ്കരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അദ്ദേഹം കാണാതിരുന്നിട്ട് പോലും, അതാണ് അഅ്മ എന്ന് പറയാൻ കാരണം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. അടുത്തത് ഭയങ്കര. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. വമാ യുദ്രീക, അദ്റാക അറിയാലോ നിങ്ങൾക്ക്. വമാദ്റാക ധാരാളുണ്ടല്ലോ. അതിൻ്റെ ഫ്യൂച്ചർ ടെൻസാണ് യുദ്രീക. അദ്റാക, യുദ്രീക. വമാ യുദ്രീക, താങ്കൾക്ക് എന്തറിയാം? ദറാ എതിരി എന്ന് പറഞ്ഞാൽ മാതിരി എന്ന് പറയല്ലേ നമ്മൾ അറിയാത്തതിന്. മാരിഫ് അല്ലെങ്കിൽ മാതിരി എന്നൊക്കെ പറയല്ലോ, അതാണ്. വമാ യുദ്രീക, താങ്കൾക്ക് എന്തറിയാം? ലഅല്ലഹു, അദ്ദേഹമായേക്കാം. ലഅല്ല എന്ന് പറഞ്ഞാൽ അതാണ്. ലഅല്ല, 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 ലൈത എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട് അറബിയിൽ. ആയേക്കാം എന്നുള്ള അർത്ഥത്തിൽ. ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ, അദ്ദേഹത്തിന് തസ്കിയത്ത് കിട്ടിയേക്കാമല്ലോ. താങ്കൾക്ക് എന്തറിയാം? വമാ യുദ്രീക. ഭാഷ മാറിയിട്ടോ. ഇതുവരെ എന്താ പറഞ്ഞത്? അവൻ 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 എന്നാ പറഞ്ഞത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. ഭാഷ മാറി. ഇപ്പം എന്തായി? വമാ യുദ്രീക, നേർക്കുനേരായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് തോന്നിയ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. പിന്നെ എന്തിനാ ഇവിടെ വമാ യുദിരീക പറഞ്ഞ്? അവിടെ അങ്ങനെ പറയായിരുന്നല്ലോ, വമാ യുദിരീഹി എന്ന് പറയായിരുന്നു. ഭാഷയിൽ അങ്ങനെ പറയാം. വമാ യുദിരീഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയായി. പക്ഷെ ഇവിടെ നേർക്കുനേരെ പറഞ്ഞു വമാ യുദിരീക ലഅല്ലഹു യസ്സക്ക. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനം അള്ളാഹുവിൻ്റെ അടുത്ത് എന്താ? റസൂലാണ്. നുബുവത്ത് കിട്ടി എന്നതാണല്ലോ, മനസ്സിലായില്ലേ? നുബുവത്ത് കിട്ടി അല്ലെങ്കിൽ റസൂലാണ് എന്നത് മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് ഉയരാനുള്ള ഒരു കാരണമല്ല. മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് നബിയോട് പറയാൻ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലൈ, എനിക്കെന്ത് കിട്ടിയിട്ടുണ്ട്? വഹി എന്ന് വെച്ചാൽ മാനുഷികമായ എല്ലാം എനിക്കുണ്ടാവും. അല്ലേ? ഇവരുടെ വലിയൊരു ആക്ഷേപമായിരുന്നു, എന്താണ് ഈ നബി ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കണ്, ഭക്ഷണം കഴിക്കണ്, അങ്ങനെ പറഞ്ഞില്ലേ? എന്തെങ്ങനത്തെ ഒരു നബി? ഇതൊരു ശരിയില്ലല്ലോ. അപ്പം ഇവരുടെ ധാരണയിലുണ്ടായിരുന്ന നബി എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ മുകളിൽ എന്തോ ഒരു പൊസിഷനാകണമെന്ന് അല്ല. നബിയും ഒരു മനുഷ്യനാണ്. മനുഷ്യ സഹജമായ എല്ലാം നബിക്കുമുണ്ടാകും. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. മനസ്സിലായില്ലേ? ഇത് സത്യത്തിൽ വമാ യുദ്രീക, ഖുർആനുകൾ വായിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. വമാ അദ്റാക എന്നുള്ളിടത്തൊക്കെ ആൻസർ ഉണ്ടാവും. അതൊരു ചോദ്യമാണ്. മാ എന്നാൽ എന്താണല്ലോ, നിങ്ങൾ നോക്കിയിട്ട് എവിടെയൊക്കെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, അവിടെ ആൻസർ ഉണ്ട്. എന്താ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. തൊട്ടടുത്ത ആയത്ത് അതിൻ്റെ ആൻസറാണ്. വമാ യുദ്രീക വരുന്നിടത്ത് എന്തുണ്ടാവില്ല? ആൻസർ ഉണ്ടാവില്ല. ഇതും ചോദ്യം തന്നെയാണ്. അദറാക്കയും ചോദ്യമാണ്, യുദ്രീക്കയും എന്താണ്? ചോദ്യമാണ്. ഇവിടെ ആൻസർ ഉണ്ടാവില്ല. എന്താ ഇവിടെ ആൻസർ ഇല്ലാത്തത്? ഇവിടെ ആൻസർ ആവശ്യമില്ല. ആൻസറിന് വേണ്ടിയല്ല ഇത് എന്നർത്ഥം. അല്ലാത്തടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അൽ ഹാഖ മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ, എന്നിട്ട് ഹാഖ എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കദ്ദബത് സമൂദ് വആദും ബിൽ ഖാരിഅ. മനസ്സിലായില്ലേ? അവിടെ ആൻസർ ഉണ്ടാവും. ഇവിടെ എന്തില്ല? ആൻസർ ഇല്ല. യുദ്രീക വരുന്നിടത്ത് എന്തില്ല? ആൻസർ ഇല്ല. അപ്പം അത് എന്തിനുള്ളതല്ല? ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ളതല്ല അത്. മറിച്ച് എന്തിനാ? ആരോടാണോ ഇത് പറയുന്നത് അവൻ്റെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ആരോടാ പറയുന്നത്? അപ്പം നബിയുടെ ശ്രദ്ധയിൽ വിടണം ഈ വിഷയം. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. താങ്കൾക്ക് എന്തറിയാം? അദ്ദേഹം അഥവാ ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം താങ്കൾ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് പരിശുദ്ധി വരാമല്ലോ, അദ്ദേഹത്തിന് തസ്കിയത്ത് കിട്ടുമല്ലോ എന്ന്. സത്യത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം വലിയ മനുഷ്യനായിരുന്നു. ഒരു സാധാരണ സഹാബിയായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം ഹിജറ പോയിട്ട്, നിങ്ങൾ ആലോചിക്കും, നബി പോകുന്നതിന് മുമ്പ് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ധനാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും പല സന്ദർഭങ്ങളിലും നബി മദീനയിൽ ഇല്ലാത്തപ്പോൾ നബിയുടെ പ്രതിനിധിയായി മദീനയിൽ നിശ്ചയിച്ചത് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന അന്ധനെയായിരുന്നു. മനസ്സിലായി? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തോടുള്ള ആ ബഹുമാനമായിരുന്നു. മനസ്സിലായില്ലോ? ജീവിതത്തിൻ്റെ അന്ത്യം വരെ അദ്ദേഹം മരിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ മഹാ അത്ഭുതം കാണും. അദ്ദേഹം അന്ധനാണല്ലോ, കണ്ണ് കാണാത്ത ആളാണ്. എന്നിട്ടും യുദ്ധമുന്നണിയുടെ മുമ്പിൽ കൊടിയുമായി അദ്ദേഹം നിന്നിട്ടുണ്ട്. ഏറ്റവും മുമ്പിലാണ് ആര് നിൽക്കുക?
കൊടിയുള്ള മുമ്പത്തെ കരയുദ്ധ രീതിയാണല്ലോ, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഒരു വാക്ക് പറയും, അത് ഭയങ്കര രസമായിരുന്നു അദ്ദേഹത്തിനും. അഹ്ലൻ ബിമൻ ആതബനി ഫീഹി റബ്ബി എന്ന് പറയും. അഹ്ലൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വെൽക്കം. അഹ്ലൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ഏത് വിഷയത്തിലാണോ ആക്ഷേപിച്ചിട്ടുള്ളത് അവന് വെൽക്കം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സ്വീകരിക്കുക. അദ്ദേഹത്തിന് വലിയ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് എന്നർത്ഥം. ഇതന്നെ അള്ളാഹ് നൽകിയ തന്നെ വലിയ സ്ഥാനമല്ലേ. അദ്ദേഹത്തിൻ്റെ കാരണമായി ഒരു ഖുർആനിലൊരു അധ്യായം വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ ബഹുമാനമാണല്ലോ. ഓക്കെ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാണ്. പരിശുദ്ധിയുടെ വർധനവാണ് ശരിക്ക്. ഇപ്പോൾ ശുദ്ധി ഉണ്ടാവും, അദ്ദേഹം മുസ്ലിമാണ്, അപ്പോൾ തന്നെ വിശുദ്ധി ഉള്ളവനാണ്. പക്ഷെ കൂടുതൽ അദ്ദേഹം പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നതാണ്. അതാണ് തസ്കിയത്ത്, കൂടുതൽ കിട്ടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, എന്ത്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. ആരാ പ്രാർത്ഥിക്കണേ? നബിയെ പ്രാർത്ഥിക്കണേ. എന്ത്? വസക്കിഹ, നബിയെ ആതി നഫ്സി, അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണമേ. വസക്കിഹ, നീ അതിനെ, റസൂലിനെ പ്രാർത്ഥിക്കാം, നീ അതിനെ എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തണമേ. അൻത ഖൈറു മൻ സക്കാഹ, നീയാണല്ലോ പരിശുദ്ധിപ്പെടുത്തുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആഗ്രഹിച്ച ഒരു പ്രവർത്തനമാണ് എന്ത്? തസ്കിയത്ത്. അപ്പോൾ വലിയൊരു സംഗതിയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സൂറത്തു ശംസിലുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അത് മനസ്സിലായിക്കോളി. ഖദ് അഫ്ലഹ നിങ്ങൾ ഖുർആനിൽ എവിടെ കണ്ടാലും മനസ്സിലാക്കുക, ആ സ്വഭാവമുള്ള ആൾ പിന്നെ പരാജയപ്പെടില്ല. വിജയം എന്ന് പറഞ്ഞാൽ പല വിജയമുണ്ട്. ഒരിക്കൽ തോൽക്കണ വിജയമുണ്ടല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ തോൽക്കാലോ. പക്ഷെ ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തില്ല, അതിനാണ് അഫ്ലഹ എന്ന് പറയുന്നത്. സാധാരണ അറബി ഭാഷയിൽ വിജയിച്ചു എന്നുള്ളതിന് നജഹ എന്നേ പറയുള്ളൂ. പക്ഷേ പരാജയമില്ലാത്ത വിജയത്തിന് എന്ത് പറയും? അഫ്ലഹ. അതാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സൂറത്ത് മുഅ്മിനൂനിലുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹ മൻ തസക്ക. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ തസ്കിയത്ത്. തസ്കിയത്ത് ഉള്ളവനാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക? വിജയിക്കുക. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കണത് നമ്മളൊക്കെ ശുദ്ധരാണ്, വൃത്തിയുള്ളവരാണ് എന്നാണ്, മനസ്സിലല്ലേ? പക്ഷേ ഏത് സമയത്തും നമ്മുടെ ശുദ്ധിയും വൃത്തിക്കൊക്കെ എന്ത് വരും? വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഈ തസ്കിയത്ത് തന്നെ ചിലപ്പം കൂടും കുറയും ചെയ്യും. റമദാനിലെ അവസാനത്തെ 10 നമുക്ക് ഇങ്ങോട്ട് കൂടൂലേ, അല്ലേ? റമദാൻ അവസാനിച്ചാലോ ശവ്വാൽ 1, 2, 3, 4, 5, 6 ഒക്കെ ആകുമ്പോഴത്തിന് കുറയും. അതതിൻ്റെ ഒരു സ്വഭാവമാണ്, മനസ്സിലായി? അപ്പം നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തസ്കിയത്ത് കൂടും. ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തസ്കിയത്ത് കൂടും. ഖുർആൻ തദബ്ബുർ ചെയ്യുമ്പോൾ തസ്കിയത്ത് കൂടും. നല്ല കമ്പനിയുമായി നല്ല കൂട്ടുകാരുമായി ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ, അല്ലേ, നല്ല മനുഷ്യന്മാരുടെ സഹാബത്തിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ തസ്കിയത്ത് കൂടും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകമായി ഇങ്ങനെ തസ്കിയത്തിനെ കുറിച്ച് പറഞ്ഞത്. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആരെക്കുറിച്ചും നമ്മൾ വിധി എഴുതരുത് അയാൾ നന്നാവില്ല. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, അയാൾ കുടിയനാണേ, ശരിയാവില്ല. നോ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഭയങ്കര ചോദ്യം നമ്മളോടാ. ആ മനുഷ്യനെ അള്ളാഹു തസ്കിയത്ത് നൽകൂല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് അറിയോ? പറയാൻ പാടില്ല. നമ്മൾ സ്വന്തം മക്കളോട് തന്നെ പറയലുണ്ട്, എടാ ഇത് നന്നാവില്ലടാ,
പറഞ്ഞു പോകരുത്. ഒരു മനുഷ്യനോടും പറഞ്ഞു പോകരുത്. നമുക്കത് പറയാനുള്ള അധികാരമില്ല എന്നർത്ഥം. മനസ്സിലായി? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വമാ അലൈക അല്ലാ യസ്സക്ക അൻ ജാഅഹു അൽഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ ഔ അല്ലെങ്കിൽ യദ്ദക്കറു അദ്ദേഹം ഉപദേശം സ്വീകരിക്കാം. ഇദ്ദക്കറ എന്ന് പറഞ്ഞാൽ അതാണ് ദക്കറ. നോക്കൂ, ഔ യദ്ദക്കറു, ദക്കറ എന്ന് പറഞ്ഞാൽ ഉപദേശം സ്വീകരിച്ചു എന്ന്. മനസ്സിലായില്ലേ? ഔ യദ്ദക്കറു അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കും. ഫതൻഫഉഹു, നഫഅ എന്ന് പറഞ്ഞാൽ ഉപകരിച്ചു എന്ന്. നഫഅ നമ്മൾ പറയാറുണ്ടല്ലോ. ഫതൻഫഉഹു എന്നിട്ട് അദ്ദേഹത്തിന് ഉപകാരം ചെയ്യും. അദ്ദിക്റ, ആ ഉപദേശം. ദിക്റ എന്ന് പറഞ്ഞാൽ ഉണർത്തൽ, ഉപദേശം എന്നൊക്കെയാണ് ദിക്റ. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ ഔ അല്ലെങ്കിൽ യദ്ദക്കറു അദ്ദേഹം ആ ഉപദേശം സ്വീകരിക്കും. യദ്ദക്കറു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സയദ്ദക്കറു മൻ യഖ്ഷ, സയദ്ദക്കറു മൻ യഖ്ഷ വയതജന്നബുഹൽ അഷ്ഖ. സയദ്ദക്കറു മൻ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ഉപദേശം എന്ത് ചെയ്യും? ഉപകാരപ്പെടും, അവൻ സ്വീകരിക്കും. വയതജന്നബുഹ, ഉപദേശത്തിൽ നിന്ന് അകന്നു പോകും. അൽ അഷ്ഖ, നിർഭാഗ്യവാൻ. അള്ളാഹുവിനെ ഭയപ്പെടാത്തവനാണ് അവിടെ നിർഭാഗ്യവാൻ. ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കും, എന്നിട്ട് ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഉപദേശം അനുസരിച്ച് അദ്ദേഹം എന്താവും? അദ്ദേഹം നന്നാവും. മനസ്സിലായി? ആ ഉപദേശം അനുസരിച്ച് അദ്ദേഹം നന്നാവും. പക്ഷേ അങ്ങനെ നന്നാവോ ഇല്ലേ എന്ന് എന്തില്ല, നിങ്ങൾക്ക് അറിയില്ലല്ലോ, അറിയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരാളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരിക്കലും ഒരാളെക്കുറിച്ചും അയാളുടെ രൂപം കണ്ടിട്ട്, അയാളുടെ വേഷം കണ്ടിട്ട്, അയാളുടെ മുടി കണ്ടിട്ട്, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം കണ്ടിട്ട്, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പോലും നമുക്ക് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് അവസരം കിട്ടിയാൽ നമ്മളൊരാളോട് പറയേണ്ടത് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമേ ഞാൻ പറഞ്ഞാലൊന്നും അയാൾ ശ്രദ്ധിക്കണില്ല, അത് നമ്മളെ ബാധ്യതയല്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയാൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് അയാളുടെ ഉള്ളിലുണ്ടാവും. എന്തായാലും നിങ്ങൾ സ്നേഹത്തോടു കൂടി അയാൾക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്, നസീഹത്തോടു കൂടിയാണ്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗുണം ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് എങ്കിൽ അയാളുടെ ഉള്ളിൽ അതെത്തും. പക്ഷെ അപ്പം അതിൻ്റെ ഫലം കണ്ടുകൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അദ്ദേഹം എന്താക്കും? ഓർക്കും. അതാണ് എന്ത്? ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഒരാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്നതുകൊണ്ട് അയാളെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ സ്റ്റാമ്പ് ചെയ്യാൻ പാടില്ല. അയാൾ അങ്ങനെയാണ്, അയാൾ ശരിയാവില്ല, ഇത് പറയാനുള്ള ഒരു അധികാരം എന്തില്ല? നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാരൊക്കെ പലതരം ചിന്തയിലായിരിക്കും, പല സന്ദർഭങ്ങളിലും പല ചിന്തയിലായിരിക്കും. അപ്പോൾ ചില ഗഫലത്തിലേക്ക് പോകും ആൾക്കാർ, അശ്രദ്ധയിലേക്ക് പോകും. മനസ്സിലായില്ലേ? ആ അശ്രദ്ധ മാറാൻ അള്ളാഹു ചിലപ്പോൾ ചില സംഗതികൾ കൊണ്ടുവന്ന് കൊടുക്കും. നമ്മളെ ജീവിതത്തിൽ തന്നെ അറിയില്ലേ, അത് ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വേദനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണമാകാം, എന്തെങ്കിലും ഒന്ന് വരും. അതാണ് ഞാൻ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർക്കും, ഒന്ന് ഇയാൾ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ,
അന്ന് ക്ലാസ്സിൽ അങ്ങനെ കേട്ടിരുന്നല്ലോ അല്ലേ എന്നോർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കല. ഫദക്കിർ, അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഫദക്കിർ, നീ പറഞ്ഞു കൊടുത്തോ, നീ ഉപദേശിച്ചോ, ഓർമ്മിപ്പിച്ചോ. കാരണം ഓർമ്മിപ്പിക്കൽ വിശ്വാസികൾക്ക് എന്താകും? ഭയങ്കരമായി ഫലം ചെയ്യും. മനസ്സിലായല്ലോ? ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് മുതൽ കുറച്ച് സ്പീഡിൽ പോകാം. ഞാൻ വെച്ചാൽ ഇത് ഭയങ്കരമായൊരു സൂറത്താണ്. ഈ സൂറത്ത് അബസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ശരിക്ക് മാറ്റുന്ന ഒരു സൂറത്താണ്. ഒരുപാട് മനുഷ്യന്മാരുടെ ചരിത്രമുണ്ട് ഈ സൂറത്ത് പഠിച്ച ശേഷം അവരുടെ ജീവിതത്തിന് മാറ്റം വന്നത്. ഇപ്പം നമുക്ക് തന്നെ തോന്നുന്നില്ലേ നമ്മുടെ പലതും മാറ്റേണ്ടതുണ്ട് എന്നുള്ളത്? നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ കുടുംബക്കാരോടും ഒക്കെ ഉള്ള നമ്മുടെ സമീപനം, രീതി, സ്വഭാവം നമുക്ക് തോന്നുന്നുണ്ടല്ലോ മാറ്റണം എന്നുള്ളത്. ഭയങ്കരമായ മാറ്റം ഈ സൂറത്ത് നമ്മൾ ശരിക്ക് ഹൃദയത്തിൽ തട്ടി ഇത് വായിക്കുകയും പഠിക്കുകയും ആഴത്തിൽ ഇത് ചിന്തിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മിൽ മാറ്റം വരും, ഉറപ്പാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നോക്കൂ, നമ്മുടെ ഒരു നോട്ടം, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു തലോടൽ, നമ്മുടെ ഒരു ടച്ചിങ്, സ്പർശനം, ഇതുകൊണ്ടൊക്കെ നമുക്ക് സദഖ ചെയ്യാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കില്ലേ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. ഭയങ്കര വാക്കാ. നിങ്ങളിലൊരാൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, അവൻ്റെ കൈ കൊണ്ടാണ് അയാളിൽ മാറ്റം വരുത്തേണ്ടത്. നബിയാണല്ലോ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാകെ മനസ്സിലാക്കിയത് കൈകൊണ്ട മാറ്റം വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി കൊടുക്കണമെന്ന് അല്ലേ? നമ്മളങ്ങനെ മനസ്സിലാക്കി. പക്ഷേ ഈ ഹദീസ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഇതുവരെ നബി ജീവിതത്തിൽ ആരെയും അടിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതെന്താ ഫൽയുഗയ്യിർഹു ബിയദിഹി എന്ന് പറഞ്ഞാൽ? ആലോചിച്ചൊക്കെ എന്താ കൈകൊണ്ട് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നമ്മൾ ആലോചിക്കണ്ടേ എന്താന്ന്? നബി ഇതുവരെ ആരെയും അടിച്ചിട്ടില്ല. അപ്പം അടിയല്ലല്ലോ അത്, അടിയല്ല. നമ്മളെ കൈകൊണ്ട് സ്നേഹത്തോടു കൂടി തടയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടയാം. നമ്മളെ ഭയങ്കര അടുത്ത സുഹൃത്താണ്, അദ്ദേഹം വളരെ മോശമായൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ പിടിച്ചു മാറ്റാം. അടിയല്ല ഉദ്ദേശം. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ കൈ ഒന്ന് വെച്ചാൽ മതിയോ, ടച്ച് ചെയ്താൽ മതിയോ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണ്ട, നമ്മളിങ്ങനെ ഭയങ്കര അകലെ നിന്നിട്ടാണ് പറയാം അല്ലേ? മക്കളോട് എങ്ങനെ പറയാം? ദൂരെ നിന്നിട്ടാ, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാം. നോ, പാടില്ല. നിങ്ങൾ ശരീരത്തിൽ കൈവെക്ക്, തലയിൽ കൈവെക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒക്കെ കൈവച്ചിട്ടാണ്. കുട്ടികളുടെ നെഞ്ചത്ത് കൈവെക്ക്, തലയിൽ കൈവെക്ക്, തോളിൽ കൈവെക്ക്. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങനെ നന്നാക്കണ്ടേ, അടിച്ചിട്ടല്ല, കുസ്തി പിടിച്ചിട്ടല്ല, അതല്ല ഇത്. അതാണ്, അത് ഉപകാരപ്പെടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കൂടുതൽ ഗ്രഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറയാം. അബസ വതവല്ല. ഇത് ഞാനിങ്ങനെ വീണ്ടും പറയേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾക്കത് എൻ്റെ ഉള്ളിലെത്തും. അത്ര ശക്തമാണ് ഇതിൻ്റെ ഭാഷ, ഈ സൂറത്തിൻ്റെ ഭാഷ. അതാണ് നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല. ഇത് ഞാൻ നിങ്ങളോട് ഹിഫ്ള് ചെയ്യണമെന്നൊന്നും പറയണില്ല, അത് നിങ്ങളറിയാതെ ഹിഫ്ളായിപ്പോവും. അതാണ് എൻ്റെ പ്രത്യേകത. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. ഇത് ഓരോന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലുമാണ്. ഇതിങ്ങനെ വായിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് അബസ വതവല്ല കേൾക്കുമ്പോൾ അതെല്ലാം കൂടി വരും. മനസ്സിലായില്ല? ആ രംഗം തന്നെ വരും. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, അവിടെ മീറ്റിംഗ് നടക്കുന്നു, അതിൻ്റെ ഇടയിലേക്ക് ഇദ്ദേഹം കയറി വരുന്നു. അപ്പോൾ അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ. അന്ധനാരാന്ന് അറിയാലോ, സാധാരണ മനുഷ്യനല്ല. പക്ഷെ എന്തുകൊണ്ട് അന്ധൻ എന്ന് പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണേ, കുറ്റമല്ല. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, താങ്കൾക്ക് എന്തറിയാം, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ, അദ്ദേഹത്തിന് തസ്കിയത്ത് കിട്ടിയേക്കാമല്ലോ. കാരണം നബിയെ നിങ്ങൾ പഠിച്ചതിൽ, നിങ്ങൾക്ക് അള്ളാഹ് പഠിപ്പിച്ചതിൽ എനിക്ക് പഠിപ്പിച്ചതാന്ന് പറഞ്ഞാൽ വന്നത്. ഓക്കെ,
ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അവസാനത്തെ വാക്ക് ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കും, ഫതൻഫഅഹു ദിക്റ, അങ്ങനെ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനും എൻ്റെ വാക്ക്, എൻ്റെ സംസാരം ഉപകാരപ്പെടില്ല എന്ന് ആരും പറയരുത്. ഉപകാരപ്പെടും, പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ 4 ആയത്ത് പഠിച്ചു, 4 ആയത്ത് പഠിച്ചു. ഈ 4 ആയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലോ നിങ്ങളുടെ റൂമിലുള്ളവർക്കോ പറഞ്ഞു കൊടുക്കുക. അവൻ ശ്രദ്ധിക്കണില്ല, അത് നിങ്ങളുടെ വിഷയമല്ല. ഏതെങ്കിലും ഒരു സമയത്ത് അത് ക്ലിക്കാവും ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മുടെ ബാധ്യത ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ യഥാർത്ഥ രീതിയിൽ ഗ്രഹിക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു.